നമ്മളിന്ന് വന്നിട്ടുള്ളതേ കുറച്ച് അമ്മമാരോടൊപ്പം നമ്മൾ കുട്ടികളും എല്ലാവരുമായിട്ട് ഒന്ന് സ്പെൻഡ് ചെയ്യാൻ, കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നേക്കണേ. അത് ആശ്രയ ഭവൻ എന്ന് പറഞ്ഞ നടത്തറയുള്ള ഒരു ഓർഫനേജാണ്. അതായത് വയസ്സായ അമ്മമാരെ നോക്കുന്ന ഒരു സ്ഥലം. മാലാഖ പോലത്തെ അമ്മമാരും മാലാഖ പോലത്തെ ഒരു സിസ്റ്ററുമാണ് ഇവരെ സംരക്ഷിച്ച് കൊണ്ട് നടക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളും പിന്നെ ഇവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളും ഒക്കെ നമ്മുടെ വ്യൂവേഴ്സിനോട് പറയാനും കൂടിയാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. ഞാനിവിടെ വരാനുള്ള കാരണം എൻ്റെ ഫ്രണ്ട് ഇയാള് മേഴ്സിനെ കാണിക്കും. മേഴ്സി ഞങ്ങളുടെ കോളേജ് ഗ്രൂപ്പിൽ ഒരു വീഡിയോ ഇവിടുത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് എനിക്ക് ഇൻസ്പിറേഷൻ ആയത്. അപ്പം അതുകൊണ്ട് ഞാനും ഇവിടെ ഇവരോടൊപ്പം പങ്കുകൊള്ളണം ഈ കാര്യത്തിൽ. ഇവിടെ തന്നെ പ്രിപ്പയർ ചെയ്ത ഫുഡാണ്. ചോറ്, ചിക്കൻ, മീൻകറി, കാബേജ്, പിന്നെ ഇതെന്താ ഗോവയ്ക്ക തോരൻ, അച്ചാറ്, പിന്നെ ഒരു മോരുകറി, ഇതിൽ പപ്പടം. ഇത്ര ഐറ്റംസ് ആയിട്ടാണ് ഈ ഫുഡ്. ഇവിടെ തന്നെ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നതുകൊണ്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ ഇവർക്ക് കൊടുക്കാനായിട്ടും സാധിക്കും. നമുക്ക് ഈ അമ്മമാരെയൊക്കെ ഒന്ന് പരിചയപ്പെടാട്ടാ. മൊത്തത്തില് കുറെ അമ്മമാരുണ്ട്. ഇതേ നമ്മുടെ ക്രിസ്ത്യൻ അമ്മ, എന്ത് ചട്ടൊക്കെ ഇട്ടിട്ടുള്ള അമ്മ, എന്റെ അമ്മാമ്മയുടെ ഒക്കെ പോലെ ഉണ്ട്. അവള് മേഴ്സിയുടെ സ്ഥിരം വരാറുള്ളതാണ്. അമ്മാമ്മന്റെ പേരെന്താ? മേരി അമ്മാമ്മ. മോന്റെ മോനാണ് നോക്കിയിരുന്നത്. ഇവിടെ വന്നിട്ട് സന്തോഷല്ലേ അമ്മാമ്മക്ക്? വയ്യായികളൊന്നും ഇല്ല. ഇവിടെ വന്നിട്ട് 3-4 കൊല്ലായില്ലേ? എന്താ വയ്യായ? നടക്കാൻ പറ്റില്ല. അത് ശരി. വേറൊരു ചേട്ടനും കൂടി ഉണ്ട്. പാപ്പന്മാരൊക്കെ വയ്യാണ്ടിരിക്കും. അമ്മ ചെയ്യുന്ന സ്ഥലത്തേക്ക് വരണ്ട. എന്റെ ചോറ് അമ്മാമിക്ക് അമ്മാമ്മയുടെ മോള് വാരിത്തരൂട്ടാ. ചാണ്ടിയാ ഏറ്റിരിക്കോ? ചേട്ടൻ കുറെ നാളായി ഇവിടെ വന്നിട്ട്. വയ്യായികൾ വലുതുണ്ടാ? ഇല്ല അല്ലേ? എവിടെ വീട് ഇപ്പൊ സ്വന്തം? പത്തനംതിട്ട. ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കണം എല്ലാവർക്കും. ഭക്ഷണം കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഒരേപോലെ എല്ലാം കഴിക്കുന്നവരല്ല. അപ്പം അത് ഓരോരുത്തരുടെയും ഇഷ്ടം സിസ്റ്ററിന് നന്നായിട്ട് അറിയാം. അപ്പോൾ പച്ചക്കറി കഴിക്കേണ്ടവർക്ക് പച്ചക്കറി, ഇറച്ചി കഴിക്കുന്നവർക്ക് ഇറച്ചി, മീൻ കഴിക്കുന്നവർക്ക് മീൻ, അങ്ങനെ സെപ്പറേറ്റ് ആണ് സിസ്റ്റർ വിളമ്പി ഓരോരുത്തർക്കും കൊടുക്കുന്നത്. അത്രയും ആ സിസ്റ്ററിന് ഇവരെ ഓരോരുത്തരെ കുറിച്ചിട്ട് നന്നായിട്ട് അറിയാം. അപ്പോൾ നമ്മൾ ആശ്രയ ഭവനിലത്തെ കാര്യങ്ങൾ കുറച്ചൊക്കെ കണ്ടു. ഇനി ഇത് നടത്തിക്കൊണ്ടുപോകുന്ന ആളാണ് കേട്ടോ ഞാൻ നടത്തറ ശാസ്ത്രി നഗറിലാണ് ഈ ആശ്രയഭവൻ പ്രവർത്തിക്കുന്നത്. തൃശ്ശൂർ ജില്ലയിലുള്ള നടത്തറ ശാസ്ത്രി നഗർ 26-ാം നമ്പർ ഹൗസ് നമ്പർ അവിടെയാണ് പ്രവർത്തിക്കുന്നത്. 2002 ഇത് ആരംഭം. 2023 ഗവൺമെൻറ് അംഗീകരിച്ചു. ഇവിടെ വളരെയേറെ ബുദ്ധിമുട്ടാണ്. അവിടുന്ന് 7 മണിക്ക് പുലർച്ചെ വണ്ടി കയറിയാണ് 7 മണിക്ക്. ഇത് സുരേഷ് പുരുഷന്മാരായാലും അപ്പന്മാരായാലും അമ്മമാരായാലും സ്വന്തം പോലെ കാര്യങ്ങൾ കോഴിയെടുത്ത് ജില്ലാശുപത്രിയിൽ കൊണ്ടുപോയി മണിക്കൂറോളം നിന്നിട്ടാണ് ഡോക്ടറെ കാണാൻ പറ്റുന്നത്. അതിനിടയ്ക്ക് എക്സ്ട്രാ ബ്ലഡ് റിസൾട്ട്, ബ്ലഡ് എടുക്കലൊക്കെ. പിന്നെ മാർക്കറ്റിൽ ഞങ്ങൾ പോകും, ഒപ്പം വരും. ഇവരൊക്കെ ഇത് സ്റ്റാഫാണ്, ഇവിടുത്തെ ഓഫീസ് സ്റ്റാഫ്. അതും ഇവിടുത്തെ സ്റ്റാഫാണ്. ഞങ്ങള് ഭക്ഷണമൊക്കെ കഴിച്ചു.
വളരെ സന്തോഷമായി, ഇവർക്ക് സന്തോഷമായി, ഞങ്ങൾക്ക് സന്തോഷമായി. പിന്നെ സിസ്റ്റർ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു. ഇവിടെ ഉള്ളവർക്ക് സിസ്റ്റർ പറഞ്ഞു തന്നല്ലേ, ഇറച്ചിയും മീനും കൂട്ടാനായിട്ട് കൊതിയപ്പം ഇത്ര അധികം ആൾക്കാർക്ക് എന്നെ കൊണ്ട് നിവൃത്തിയില്ല. ഞങ്ങൾ ആ പങ്ക് കച്ചവട ചക്തനിയിലുണ്ട് ചേച്ചിമാർ വിൽക്കുന്നിടത്ത്. അവിടുന്ന് പോയിട്ട് 10 രൂപ പങ്കാണ്, 3-4 പങ്ക് വാങ്ങിക്കും. ഇവിടെ മിക്കപ്പോഴും നമ്മുടെ ഈ പരിപ്പ് കുത്തിക്കാച്ചിയതും നമ്മുടെ എന്തെങ്കിലുമൊക്കെ ഒരു തോരനും വെച്ച് ഒരു അച്ചാറുമാണ്. ഇനി ഇവരൊക്കെ കൂടെ തന്നപ്പോൾ സങ്കടം വന്നേ. സംഗതി മത്സ്യമാംസം നമ്മുടെ വീട്ടിൽ നമ്മൾ എത്ര ഇഷ്ടപ്രകാരം കഴിക്കണേ, ഇവർക്കത് കഴിക്കാൻ ആഗ്രഹം എന്ന് പറയുമ്പോഴേ സത്യത്തിൽ എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യണത്, നമ്മൾ വചനം പറയുമ്പോൾ വലം കൈ കൊണ്ട് ചെയ്യുന്ന ഇടം കൈ അറിയാതെ ചെയ്യണം എന്ന് പറയാം. ആ ഒരു പോളിസി ആയിരുന്നു ഇത്ര നാളെ എനിക്കുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ ഫ്രണ്ട് ഞാൻ നേരത്തെ കാണിച്ചു തന്നല്ലോ, മേഴ്സി ഇത് ഗ്രൂപ്പിലിട്ടപ്പോൾ ഞാനിത് ചെയ്യാനായിട്ടുള്ള പ്രചോദനം എനിക്ക് വന്നത്. അപ്പം അതുപോലെ അനേകം മക്കൾക്ക് ഇതിങ്ങനെ ചെയ്യാൻ തോന്നട്ടെ. ഇവരെ ഓർക്കുക, ഇവരുടെ നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിലിടാം, ഇത് എഴുതിയിടാം. അപ്പോൾ ഓക്കെ.